ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ കാര്യങ്ങളുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന് എഴുന്നേറ്റാൽ ഉടൻ ഈ പറയുന്ന ഒരു അത്ഭുത ശിവമന്ത്രം, ഒരു വരി അത് ഉരുവിട്ടുകൊണ്ട് മുഖം കഴുകിയാൽ ദിവസവും പണവും സമ്പത്തും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ചെയ്തു നോക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ശരിയായിട്ട് ചെയ്തവരുടെയൊക്കെ ജീവിതത്തിൽ ആ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും എല്ലാ മാറ്റങ്ങളും ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥന കൊണ്ട് ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ അകവും പുറവും ഭഗവാൻ മാത്രമേ ഉള്ളൂ, ശിവഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ തന്നെ ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഇതെല്ലാം ഭഗവാന്റെ അറിവാണ്, എനിക്ക് അറിവോ കഴിവോ ഒന്നുമില്ല. ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ ശിവ ആ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. മാത്രമല്ല, ഇന്നത്തെ വീഡിയോ മുഴുവൻ ഭഗവാനെക്കുറിച്ചാണ്. ഭഗവാന്റെ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന കുറേ രഹസ്യവിദ്യകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് പറഞ്ഞു തരുന്ന കാര്യം, ഇന്ന് എനിക്ക് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആ 2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. എൻ്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ കാര്യമാണ്. 2 കാര്യങ്ങൾ എനിക്ക് വന്നു. അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ആ സന്തോഷം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഭഗവാനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ്. ഇത് പ്രയോജനപ്പെടുത്തുക. ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ ഒരു അനുവാദം ഉള്ളതുകൊണ്ടാണ്, ഭഗവാന്റെ ഒരു ഇച്ഛയുള്ളത് കൊണ്ടാണ്. ഞാൻ ആരുമല്ല, ഒന്നുമല്ല. ഇപ്പോൾ ഭഗവാനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ ആ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, എനിക്കൊരാൾ വാരണാസിയിൽ നിന്ന്, അതായത് കാശിയിൽ നിന്നും ഒരു ശിവലിംഗം അയച്ചു തന്നു. നിങ്ങൾ കണ്ടു, ശരിക്കും കണ്ടു. ഇതിൽ ഭഗവാനുണ്ട്. ഭഗവാന്റെ ഒരു ശിവലിംഗം അയച്ചു തന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി, ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ ആ ഭഗവാന്റെ ശിവലിംഗം എനിക്ക് അയച്ചു തന്നു. കാരണം ഞാൻ എപ്പോഴും ഭഗവാനെയാണ് എൻ്റെ ഓരോ ശ്വാസത്തിലും ധ്യാനിക്കുന്നത്. പാർവതി ദേവി, ശിവഭഗവാൻ. അപ്പം ഭഗവാൻ എൻ്റെ അകവും പുറവും എല്ലാം അത് തന്നെയാണ്, ഭഗവാനും അമ്മയും. അപ്പോൾ ആ ഭഗവാന്റെ ആ ശിവലിംഗം, ഇത് ഞാൻ ആവശ്യപ്പെട്ടതൊന്നുമല്ല. ഞാനിത് അയച്ചു തന്ന് എൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനത് അറിയുന്നത്. ഏറ്റവും സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. ഏറ്റവും സന്തോഷം. എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. ഇത് കാശിയിൽ നിന്ന് വന്നതാണ്. കാശി അറിയാമല്ലോ. കാശി എന്ന് വെച്ചാൽ പ്രകാശിക്കുന്ന എന്നാണ് അർത്ഥം. സാക്ഷാൽ ഭഗവാൻ പരമേശ്വരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യസങ്കേതം തന്നെയാണ് കാശി. പിന്നെ ഇന്ന് എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ് ഈ ഭഗവാൻ്റെത്, ഈ പ്രതിമ വെങ്കലം കൊണ്ടുള്ളത്, ബ്രാസ് കൊണ്ടുള്ളതാണ്. സാമാന്യം വലിപ്പമുണ്ട്, നല്ല ഭാരമുണ്ട്. ഇന്ന് കിട്ടിയതാണ്. ഇതിൽ പരം എനിക്ക് സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് അയച്ചു തന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട, എത്രയും പ്രിയപ്പെട്ട കൊല്ലത്തുള്ള ഒരു ഡോക്ടറും കുടുംബവുമാണ്. അവർക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ശിവ എന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കയ്യിൽ തരുവാൻ ശിവ മാത്രമേ ഉള്ളൂ. ഞാൻ ആ ശിവയ്ക്കുള്ളിലാണ്. അവരുടെ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും, ഡോക്ടറുടെയും കുടുംബത്തിനും, കൊല്ലത്തുള്ള എത്രയും പ്രിയപ്പെട്ട ഡോക്ടർക്കും കുടുംബത്തിനും എനിക്ക് ഇത് അയച്ചു തന്ന, ഇന്നും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ജന്മങ്ങളിലും ഭഗവാൻ ശിവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ പാർവതി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശിവ എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ നൽകാൻ, ശിവ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഒരു സന്തോഷം, ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. ഇത് എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ്. അതായത് ഭഗവാന്റെ ബ്രാസിൽ തീർത്ത ഭഗവാന്റെ ഒരു ചെറിയ ഒരു പ്രതിമ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭഗവാന് എൻ്റെ ആ പ്രാർത്ഥനയും ജപവും ധ്യാനവും എല്ലാം ഭഗവാൻ മാത്രം, അകവും പുറവും. അപ്പം ഭഗവാനെ ഇതുപോലെയുള്ള ഒരു പ്രതിമ എനിക്ക് അയച്ചു തന്ന എത്രയും പ്രിയപ്പെട്ട ഡോക്ടർക്കും കുടുംബത്തിനും ഭഗവാന് എന്നും ഹൃദയത്തിൽ ഞാൻ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിവ ഇത് മാത്രമേ എൻ്റെ കൊടുക്കാനുള്ളൂ. അത് ഞാൻ അവർക്ക് ഹൃദയത്തിൽ നിന്ന് ശിവ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഭഗവാൻ ഇതിലെല്ലാം ഉണ്ട്. അതാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും ഭഗവാനുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് എത്രമാത്രം വിശ്വാസമാകുമോ എന്നെനിക്കറിയില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ആൾക്ക്, ഒരു കുട്ടിക്ക് ഒരു പിന്നെ പ്രസവിക്കാൻ വേണ്ടി ഒരു ഡേറ്റ്, അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് തരാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം അന്ന് എനിക്ക് അദ്ദേഹത്തെ നമുക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ഡേറ്റ് കൊടുത്തു. കുറേ നോക്കിയിട്ടാണ്. അപ്പോൾ ആ ഡേറ്റിനാണ് ആ കുട്ടിയുടെ പ്രസവം നടന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് ആ കുട്ടി ഒരു ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് നറുക്കിട്ടെടുക്കുമല്ലോ ശിവനായിട്ട് ഒരുങ്ങാൻ. അത് നറുക്കിട്ടെടുത്തത് ആ കുട്ടി ശിവനായിട്ട് ഒരുങ്ങി. ആ ഫോട്ടോ ഇന്നും എൻ്റെ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ. കാരണം എന്നിലെ ആ ശിവൻ തന്നെയാണ് ഞാൻ കൊടുത്ത സമയത്ത്, ഞാൻ കൊടുത്ത ഡേറ്റിൽ ജനിച്ച ആ കുട്ടിക്കും ആ ശിവത്വം ഉണ്ട്. എന്നിലെ ആ ശിവൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം ഭഗവാനുണ്ട്. നമ്മുടെ ഓരോ ശാസ്ത്രത്തിലും ഭഗവാനുണ്ട്. ഇതൊന്നും ഞാൻ എന്നിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം ഇതെല്ലാം ഭഗവാനാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഇനിയും പറയാൻ പോകുന്ന രഹസ്യങ്ങളെല്ലാം കിട്ടുന്നതെന്ന് അറിയുക. ഇത് വേറെ ഒരിടത്തും പറഞ്ഞ് കിട്ടുന്ന കാര്യമല്ല. ഇത് ഭഗവാൻ നേരിട്ട് തരുന്ന പോലെ ഞാനീ പറയാൻ പോകുന്ന രഹസ്യങ്ങൾ നിങ്ങൾ കേട്ടുകൊള്ളുക. നിങ്ങൾക്കൊക്കെ ചിന്തിക്കും, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഭഗവാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടോ? ഉണ്ട്. എൻ്റെ ഓരോ സംസാരത്തിലും ഓരോ ശാസ്ത്രത്തിലും ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് കൊടുത്ത് സമയം കൊടുത്ത് ആ കുട്ടിക്ക് ഒരുപാട് കുട്ടികളെ നറുക്കിട്ടതിൽ ആ കുട്ടി ശിവനായിട്ട് ഒരുങ്ങിയത് അത് എന്നിലെ ശിവത്വം തന്നെയാണ്. അപ്പം എനിക്ക് കാശിയിൽ നിന്ന് പ്രസാദം മിക്കവാറും വരാറുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, പലരും അയച്ചു തരുന്നു. അതുപോലെ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം വരാറുണ്ട്. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനെങ്ങും പോകാറുമില്ല. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മാത്രം ആ ഭഗവാനെ ലയിച്ചിരിക്കുക ചെയ്യാറ്. പിന്നെ എല്ലാ വർഷവും എനിക്ക് ഈ കുട്ടനാട് ഭാഗത്ത് ഇട്ടിയച്ചൻ്റെ അവിടെ നിന്ന് പ്രസാദം ഒരാൾ കൊണ്ട് തരാറുണ്ട്. ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതും ശിവൻ തന്നെയാണ്, അദ്ദേഹം ശിവൻ തന്നെയാണ്. ഇപ്പം ഈ കേദാർനാഥിൽ നിന്ന് ശിവൻ്റെ ചില കാര്യങ്ങൾ ചിലർ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ കുംഭമേളയ്ക്ക് പോയ ഒരാൾ അവിടെ ശിവലിംഗത്തിൽ ചാർത്തിയ രുദ്രാക്ഷം, 2 രുദ്രാക്ഷം എന്നെ കാണിച്ചു. കുംഭമേളയ്ക്ക് പോയ ആളാണ് അദ്ദേഹം, ആദി കൈലാസത്തിൽ പോയ ആളുമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു ശിവലിംഗം എടുത്തോളാം, ഏതെങ്കിലും ഒരു രുദ്രാക്ഷം എടുത്തോളാൻ പറഞ്ഞു. ഞാനൊരു രുദ്രാക്ഷം എടുത്ത് അത് കുംഭമേളയുടെ അഘോരികൾ ശിവലിംഗത്തിൽ ചാർത്തിയ രുദ്രാക്ഷമാണ്. അതെൻ്റെ വീട്ടിലുണ്ട്, ഞാനത് ഇടാറുമുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. ഇത് നാഗസന്യാസിമാർ ഉപയോഗിക്കുന്ന രുദ്രാക്ഷം. ഇതെല്ലാം ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. അതെല്ലാം ഞാൻ ഒന്നുമില്ലായ്മ ശിവനെ ധ്യാനിച്ചിരിക്കുന്ന ആളാണ്. നമുക്ക് ഇവിടെ കൊണ്ട് തരാറുണ്ട്. അതെല്ലാം ഭഗവാൻ നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഭഗവാൻ ഇതിലെല്ലാം ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്, അത് നിങ്ങൾ അറിയുക. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്ന ഭഗവാനോടൊപ്പമാണ്. ഭഗവാന്റെ എൻ്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ തന്നെയാണ്. നിങ്ങളെയും ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതെപ്പോഴും ഓർത്തുകൊള്ളുക. ഞാൻ പറയുന്നത് സത്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കത് ചിലപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നാം, ചിലർക്ക് ചിലപ്പം തോന്നാം അങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെ ചിലർക്ക് തോന്നാം ഭഗവാനുണ്ട്, ഭഗവാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അനുഭവമുള്ളവർക്ക് മനസ്സിലാകും. ഇതിലെല്ലാം ഞാൻ ഈ ഇരിക്കുന്ന എല്ലാത്തിലും ഭഗവാനുണ്ട്. അപ്പം എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ആ മുകളിലാണ് വയ്ക്കും. മുകളിൽ എപ്പോഴും കാണും, പക്ഷേ നിങ്ങൾ വീഡിയോ ഇങ്ങനെ നോക്കിയാൽ ചിലപ്പം കാണാൻ പറ്റത്തില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. പിന്നെ ഇത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ ഉള്ളിൽ ആ ഭഗവാന്റെ, ഞാൻ ചെയ്യുന്നത് ഭഗവാന്റെ ആ വിദ്യ തന്നെയാണ്. അത് അഗസ്ത്യരിൽ നിന്ന് വന്ന ആ ഒരു വിദ്യ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ജീവിതത്തിൽ ഒരു അവധൂതനെ കണ്ടിട്ടുള്ളൂ. ആ അവധൂതൻ്റെ അവിടെ നിന്നാണ് എനിക്ക് അഗസ്ത്യരുടെ ഒരു വിദ്യ വേറെ ഒരു അഗസ്ത്യ പരമ്പരയിലുള്ള ഒരാളിന് തന്നത്. അത് എല്ലാം അവിടെ തൊട്ട് ഭഗവാന്റെ ആ മുഴുവൻ ഭഗവാനാണ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ എനിക്ക് നൽകിയ ജ്ഞാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലാതെ എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും
എത്ര ജന്മം എടുത്താലും കിട്ടാത്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കാണുക. നിങ്ങൾ വീഡിയോ ആർക്കും ഷെയർ ചെയ്യാനൊന്നും പോകണ്ട. കാരണം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് യോഗം ഉള്ളവർക്കേ കാണാൻ പറ്റത്തുള്ളൂ, ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർ കാണട്ടെ, അങ്ങനെയുള്ളവർ ചെയ്യട്ടെ. നമ്മൾ വീഡിയോ ഇപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുത്താൽ അവർ കാണണമെന്നൊന്നുമില്ല. അവർക്ക് അതിൻ്റെ വില അറിയത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് കർമ്മദോഷങ്ങൾ കാണും, അതൊക്കെ അനുഭവിച്ച് തീർക്കാൻ കാണും. നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്കിപ്പോൾ ആരുടെയും കർമ്മദോഷങ്ങളിൽ ഇടപെടാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, നിങ്ങളെ കാണുന്നുണ്ട്. ഞാൻ സത്യമാണ് പറയുന്നത്. ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്. എനിക്ക് ഭഗവാന്റെ അതുപോലെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കണേ. വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ഉണർന്നു കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് ഉണർന്നു കഴിഞ്ഞ് കൈയും കാലും മുഖം ഒന്ന് കഴുകുക. കൈയും കാലും മുഖം കഴുകുമ്പോൾ നമ്മൾ കയ്യിൽ വെള്ളം എടുത്തിട്ട് ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടിട്ട് മുഖം കഴുകുക. വരി ഏതാണെന്ന് പറഞ്ഞുതരാം. ശിവായ ക്ലീം, ശിവായ ക്ലീം. ഓമൊന്നും ചേർക്കണ്ട. ശിവായ ക്ലീം എന്ന് ആദ്യം വാഗോണ്ട് ജപിക്കുക, പിന്നെ മനസ്സിൽ ജപിച്ചിട്ട് മുഖം കഴുകുക. അതൊരു 3 തവണ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ കൈപ്പത്തി ഇങ്ങനെ മുഖത്തിന്ന് ചേർത്ത് പിടിക്കുക. ഒന്നും ചിന്തിക്കാതെ മതി. ഇത് രാവിലെ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ദിവസവും സമ്പത്തും പണവും ഒക്കെ വർദ്ധിച്ചു വരാൻ ഈ വിദ്യ ഉപകരിക്കും. അത്ഭുതകരമായ കാര്യമാണ്. ദിവസവും രാവിലെ മാത്രം ചെയ്യുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ ഒരു അംശം പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആശുപത്രി പിന്നെ പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക, ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക, അങ്ങനെ ജോലിയില്ലാത്തവർക്ക് ജോലിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നന്മകൾ, പിന്നെ നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക്, ജീവിതം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക്, ആവശ്യപ്പെടുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. ഭഗവാന്റെ ഈ അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാവുള്ളൂ. ഇപ്പം അതിന് യോഗ്യതയുള്ളവർക്ക്, അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരത് കേൾക്കത്തുമില്ല, അവരുടെ വഴിയെ പോട്ടെ. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വേണം, ഭഗവാനെ അറിയണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഭഗവാന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനിയും പറയാൻ പോകുന്ന അത്ഭുതകരമായ ഒരു മന്ത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ മന്ത്രം ഞാൻ ഇത്രയും നാളായിട്ടും പറഞ്ഞിട്ടില്ല. കാരണം ഇത് അങ്ങനെ ഉള്ള സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഇത് എൻ്റെ ഓഫീസിലേക്ക് വന്നു. പിന്നെ ശിവലിംഗം വന്നു. അപ്പം ഭഗവാൻ നിറഞ്ഞു നിൽക്കുക. ആ ഒരു സന്തോഷം കൊണ്ടും നിങ്ങൾക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൊണ്ടും ആ ശുദ്ധമായ മനസ്സ്, എൻ്റെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനും അമ്മയും. അപ്പോൾ ആ ഒരു ചിന്തയോടാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഒരു മന്ത്രം പറഞ്ഞുതരാം. അത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം. അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് ചെല്ലാൻ പറ്റിയെന്ന് വരത്തില്ല. വയനമശി, ഓം ചേർക്കണ്ട. വയനമശി. ഇത് അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ഒരു മന്ത്രമാണ്. മാത്രമല്ല നമ്മുടെ ഉള്ളിലെ ആജ്ഞ, ആ ബോധം കൂടുതൽ ആക്ടിവേറ്റ് ആകും. പറഞ്ഞാൽ മനസ്സിലായോ? വയനമശി എന്താഗ്രഹവും സാധിച്ചു തരുന്നൊരു മന്ത്രമാണ്. നമ്മൾ ശിവനിലേക്ക് യാത്ര ചെയ്യുക കേട്ടോ. ശിവനിലേക്ക് ഒരുപാട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനിലേക്ക് ഒരുപാട് മനസ്സുകൊണ്ട് യാത്ര ചെയ്യുക. നിങ്ങളെല്ലാം ഭഗവാനെ ഈ നിമിഷം അറിയുന്നുണ്ട്. ഭഗവാൻ നിങ്ങളെ കാണുന്നുണ്ട്. ഭഗവാൻ ഈ വീഡിയോയുടെ ഭാഗം തന്നെയാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹവും ഒക്കെ. കാരണം അല്ലെങ്കിൽ ഈ മന്ത്രം എനിക്ക് പറയാൻ സാധിക്കത്തില്ല, നിങ്ങൾക്കിത് കാണാനും പറ്റത്തില്ല. വയനമശി. ഈ നമശിവായ തന്നെ തിരിച്ചിടുന്ന ഇത് പലതും കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് ഇങ്ങനെ ഈ തിരിച്ചും മറിച്ചുമുള്ള പ്രയോഗങ്ങളുണ്ട്. അത് ഒരുപാടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞിരുന്ന ഈ ഒരു കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാം. ഇത് നിങ്ങൾ എങ്ങനെ ജപിക്കണം? നിങ്ങൾ ഹൃദയത്തിലൊരു ശിവലിംഗം ധ്യാനിച്ച് ആദ്യം അമ്മ പാർവതി ദേവിയെ വണങ്ങണം. പാർവതി ദേവി എന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. അമ്മയാണെല്ലാം. അതിനുശേഷം ഭഗവാനെ വിളിക്കാവുള്ളൂ കേട്ടോ.
അപ്പം അമ്മയെ വിളിക്കാൻ ഞാൻ വേണേൽ 4 വരി പറഞ്ഞുതരാം. നിങ്ങൾ വേണമെങ്കിൽ അത് എഴുതിയെടുത്തു, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിടാം. അപ്പം കുറേ എഴുതിയിടണം, അതിൽ ഞാൻ എഴുതിയിടാം. അമ്മയെ വിളിക്കാനുള്ള ഒരു വരികൾ, 1-2 വരികൾ ഞാൻ പറഞ്ഞുതരാം. ബ്രഹ്മ വിഷ്ണുശ്ച രുദ്രശ്ച ഈശ്വരശ്ച സദാശിവ യജ്ഞാനൈക പരാനിത്യം തസ്യൈ ദേവ്യൈ നമോ നമ. ഇത് ഞാൻ എഴുതിയിടാം. അപ്പോൾ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്, ദേവിയോട്. ദേവി പാർവതീദേവി തന്നെയാണ് എല്ലാം. അപ്പോൾ അമ്മയെ ആദ്യം വിളിച്ചിട്ട് ഭഗവാനെ വിളിക്കാവുള്ളൂ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ മനസ്സിലാക്കിയിട്ട് വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിടും, അതുകൂടെ നോക്കിയിട്ട് ജപിക്കണം. ബ്രഹ്മാവേ, വിഷ്ണുദേവൻ, ശ്രീ മഹാരുദ്രൻ, ഈശ്വരൻ എന്നിവരെല്ലാം അവിടുത്തെ മാത്രം ധ്യാനിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവിടുത്തെ എന്ന് വെച്ചാൽ ആരാ? ദേവിയെ. അങ്ങനെയുള്ള ഇവർ എല്ലാവരാലും ഭക്തിപൂർവം, എല്ലാ ദേവന്മാരാലും ഭക്തിപൂർവം സേവിക്കപ്പെടുന്ന എൻ്റെ അമ്മയെ അവിടേക്ക് എന്നും എപ്പോഴും നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇതിങ്ങനെ ജപിക്കുക. ഈ മന്ത്രം ജപിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് വയനമശി എന്ന് മനസ്സിൽ 3 തവണ ജപിക്കുക. ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞല്ലേ പോലും ഭഗവാൻ എല്ലാം നടത്തി തരും. ഇത് 1 തവണ ചെയ്യുക. രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ 1 തവണ ചെയ്യുക. പിന്നെ ഒരു 3 മണി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യുക. പിന്നെ വൈകുന്നപാട് കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 തവണ പല നേരങ്ങളായിട്ട് ചെയ്താൽ മതി. ഓരോ തവണ വീതം. എന്താഗ്രഹവും എനിത്തിങ് സാധിച്ചു തരാൻ ശക്തിയുള്ളൊരു മന്ത്രമാണ്. നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം. അമ്മ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ജപിക്കാൻ. അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം രാവിലെ പ്രാർത്ഥിക്കുമ്പം അമ്മയുടെ കൊണ്ട് ജപിക്കാം. നിങ്ങളിപ്പോൾ ഒരു ഓഫീസിലായിരിക്കുന്നെങ്കിൽ ഈ അമ്മയുടെ ഞാൻ പറഞ്ഞ മന്ത്രവും മനസ്സിൽ ജപിച്ചാൽ മതി കേട്ടോ. സൗകര്യം പോലെ ചെയ്യുക. മനസ്സിൽ ജപിച്ചാൽ മതി അമ്മയുടെ. ഇപ്പം ബ്രഹ്മ വിഷ്ണുശ്ച രുദ്രശ്ച ആ പറഞ്ഞ മന്ത്രം ഓഫീസിലൊക്കെ ആണെങ്കിൽ മനസ്സിൽ ജപിച്ചാൽ മതി. പിന്നെ മറ്റേ ശിവൻ്റെ എല്ലാം മനസ്സിലാണ് ചെയ്യുന്നത്. ശിവലിംഗ ഹൃദയത്തിൽ ധ്യാനിച്ച് വയനമശി. വീട്ടിലാണെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞാണെങ്കിൽ അമ്മയുടെ ഈ മന്ത്രം കൊണ്ട് ജപിക്കുക. ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് വയനമശി മനസ്സുകൊണ്ട് തന്നെ ജപിക്കണം. മനസ്സിലായല്ലോ? ക്ലിയറായിട്ടാണ് പറഞ്ഞു തരുന്നത്. യാതൊരു സംശയവുമില്ലാതെ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ അതൊരു ഡൗട്ടിൻ്റെ കാര്യമില്ല. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. സംശയം ഉണ്ടാകാതെ വളരെ ഞാൻ ശ്രദ്ധിച്ച് ലളിതമായിട്ട് ആണ് ഇത് പറഞ്ഞു തരുന്നത്. കാരണം സംശയമില്ലാതെ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചു. ഇനി ഒരു അതിസൂക്ഷ്മമായൊരു വിദ്യ കൂടെ പറഞ്ഞുതരാം. ശരനൂൽ വിദ്യ. ഞാനീ പറഞ്ഞ വിദ്യ ചെയ്തിട്ട് 2 ലക്ഷം രൂപ ഒരാൾക്ക് എന്തോ കിട്ടാനുണ്ടായിരുന്നു. കിട്ടിയ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് 50,000 രൂപ അത് ഫ്രീ ആയിട്ട് കിട്ടിയത്. അവരുടെ മരുമോള് ഈ വിദ്യ ചെയ്തു കഴിഞ്ഞപ്പോൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് അമ്മയുടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്ത അനുഭവം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പലർക്കും അങ്ങനെ സാമ്പത്തിക ലാഭം ഉണ്ടായ ഒരു സൂക്ഷ്മവിദ്യ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഭഗവാന്റെ കുറേ രഹസ്യങ്ങൾ ഒന്നുകൂടെ ചിലത് പറഞ്ഞു തന്ന ചില കാര്യങ്ങളും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു തരുകയാണ്. ആദ്യം പറഞ്ഞതൊക്കെ പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. എങ്കിലും ഇത് നിങ്ങൾ മുഴുവൻ കാണുക. നിങ്ങൾക്കിതൊരു പുതിയ അനുഭവമായിരിക്കും. കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും ഭഗവാനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ മുഴുവൻ. അപ്പം ആ ഒരു സൂക്ഷ്മവിദ്യ പറഞ്ഞു തരാം. നിങ്ങളുടെ വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്ത് തൻ്റെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. എല്ലാം സങ്കല്പുക. വലതുമൂക്കിൽ കൂടെ നിങ്ങളുടെ വലതുമൂക്കിയുടെ ശ്വാസം എടുക്കുന്നത് സങ്കല്പിക്കുക. ശ്വാസം ഇങ്ങനെ കയറി വരുന്നതായിട്ട് സങ്കല്പിച്ച് അപ്പോൾ ശിവായ എന്ന് മനസ്സിൽ ജപിക്കണം. എന്നിട്ട് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇടതുമൂക്കിൽ കൂടെ ശ്വാസം നീട്ടി വിടുക. അപ്പം ക്ലീം എന്ന് മനസ്സിൽ ജപിക്കണം. ശ്വാസം ഹോൾഡ് ചെയ്യുകയൊന്നും വേണ്ട, പിടിച്ചു നിർത്തേണ്ട, എടുത്ത് വിട്ടാൽ മതി. ശിവായ ക്ലീം മനസ്സുകൊണ്ട് ചെയ്യുക. വലതുമൂക്കിൽ കൂടെ ഒന്നുകൂടെ പറയാം. വലതുമൂക്കിൽ കൂടി ശ്വാസം എടുക്കുക. അതായത് ശ്വാസം മനസ്സുകൊണ്ട് ശ്വാസം എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. മനസ്സ് വലതുമൂക്കിനുള്ളിലൂടെ സഞ്ചരിക്കണം. അതാ ഉദ്ദേശിക്കുന്നത്. ശിവായ എന്ന് മനസ്സ് ജപിക്കുക, ശ്വാസം എടുക്കുക, ക്ലീം എന്ന് ജപിച്ച് ഇടതുമൂക്കിൽ കൂടെ നീട്ടിവിടുക. വലതുമൂക്കിൽ കൂടെ എടുത്ത് ഇടതുമൂക്കിൽ കൂടെ വിടുക. ശിവായ എന്നെടുക്കുക എന്ന് ജപിച്ചെടുക്കുക, ക്ലീം എന്ന് ജപിച്ച് വിടുക. ഈ വിദ്യ ചെയ്ത് നിങ്ങൾ സാമ്പത്തികം
ചിന്തിച്ചാൽ ഏത് വിധേന സാമ്പത്തികം വന്നു ചേർന്ന അനുഭവങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ സത്യസന്ധതയും നിങ്ങളുടെ ഭഗവാനുള്ള വിശ്വാസം പോലെ ഇരിക്കും അത് പെട്ടെന്ന് ഫലമാകുന്നതും. ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. അതൊക്കെ അവനവൻ്റെ ആ മനസ്സിൻ്റെ ആ ഭഗവാനുള്ള ഭക്തി പോലെ ഇരിക്കും. ഇത് ചെയ്തവർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ആർക്കും ചെയ്യാം. ഞാൻ പറയുന്ന വിദ്യകൾ പലരും എല്ലാവരും ഇന്നേറെന്നല്ല. ഇപ്പം ഈ ശിവായകളെയും തന്നെയാണേലും പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പം പലരും എന്ന് പറഞ്ഞാൽ പല വിശ്വാസങ്ങളെ ഉള്ളവർ പോലും അതിന് മനസ്സിലായി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ആർക്കും ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല. നല്ല കാര്യങ്ങളാണ്, നന്മയുള്ള കാര്യങ്ങളാണ്. ഇത് ചെയ്യുന്ന അവനും മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോഴേ ഭഗവാനെക്കുറിച്ചാണ് ഈ പറയുന്നതെല്ലാം. അപ്പം ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്നുണ്ടാകാൻ നിങ്ങൾക്കിപ്പം മുൻജന്മ കർമ്മദോഷം ഉണ്ടെന്ന് വിചാരിച്ചു. അതിന് നിങ്ങൾ ഭഗവാൻ എന്ത് വഴിപാട് ചെയ്താലും പാർവതീദേവിക്ക് ഒരു പിൻവിളക്കൂടെ സമർപ്പിച്ചേക്കണം. രസീത് പിൻവിളക്കെന്ന് വെച്ചാൽ അത് നടക്കി വെച്ചാൽ മതി. അത് ക്ഷേത്രത്തിൻ്റെ പുറയിൽ പോയി വിളക്ക് കത്തിക്കുന്നതിനല്ല പിൻവിളക്കെന്ന് പറഞ്ഞ് വിഗ്രഹത്തിന് ശിവലിംഗത്തിന് പുറയിൽ തെളിയിക്കുന്ന വിളക്കാണ് പിൻവിളക്ക്. അത് നമ്മൾ ശ്രീകോവിലിന് മുന്നിൽ നമ്മൾ പിൻവിളക്ക് രസീത് എടുത്ത് വെച്ചാൽ മതി. ചിലർക്ക് സംശയം ഈ ശ്രീകോവിലിൻ്റെ പുറയിൽ പോയി നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പുറയിലത്തെ വിളക്കാണോ എന്ന്. അതും പിൻവിളക്ക് തന്നെ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശിവലിംഗത്തിന് പുറയിൽ വിളക്ക് തെളിയിക്കുക, അതാണ് പിൻവിളക്ക്. അത് പാർവതീദേവിയെ സങ്കല്പിച്ചാണ്. അത് ശിവൻ്റെ ഏത് വഴിപാട് ചെയ്താലും അതിൻ്റെ കൂടെ പിൻവിളക്ക് ചെയ്താൽ പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അത് ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇനി ബാക്കി ആ ശിവനുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. സാമ്പത്തികമായിട്ട് മുൻജന്മ കർമ്മദോഷങ്ങൾ തീരാൻ ഏറ്റവും നല്ലത് ശിവനും പക്കനാളിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം പാൽപ്പായസം, കരിക്കഭിഷേകം, ജലധാര, മൃത്യുഞ്ജയാർച്ചന ചെയ്യുന്ന വളരെ നല്ല. നിങ്ങൾക്ക് എത്ര ദോഷങ്ങളുണ്ടെങ്കിലും കർമ്മദോഷങ്ങളുണ്ടെങ്കിലും മുൻജന്മദോഷങ്ങളുണ്ടെങ്കിലും ഭഗവാൻ മാറ്റിത്തരും. അതുപോലെ തന്നെ തിങ്കളാഴ്ച ഇനിയും പറയുന്ന കാര്യം ഒരുപാട് അനുഭവമുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും ആശുപത്രി കിടക്കുകയാണ്, അപ്പോൾ അവർക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ കർമ്മം പോലെ വരും. എങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ചിലപ്പോൾ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള രീതിയിൽ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ആയുസെത്തിയവർക്ക് ചിലപ്പോൾ എന്ത് പ്രാർത്ഥിച്ചാലും കാര്യമില്ല, അവരുടെ കർമ്മം തീരുമ്പോൾ അവർ പോകണം. പക്ഷേ ചിലർക്ക് ചിലപ്പം ഒരു 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 ആശുപത്രി കിടക്കുന്നവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ പ്രാർത്ഥനകളുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു അനുഭവങ്ങളിലേക്ക്, നല്ലൊരു ചേഞ്ചിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ആശുപത്രി കിടക്കുകയാണ്, അപ്പോൾ അവർക്ക് ഓപ്പറേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതൊക്കെ വിധി പോലെ കർമ്മം തീരുമ്പോൾ പോകണം, വിധി പോലെ വരത്തുള്ളൂ. എങ്കിലും നമുക്കൊരു മനസ്സിന് സന്തോഷം, നമ്മളെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നോ അത് നടക്കും. നമുക്കതിനൊരു പരിവർത്തനം വരുത്താൻ പറ്റുന്നില്ല. നമുക്കൊരു ശ്രമിച്ചു നോക്കാം, അത് പ്രാർത്ഥിച്ച് നോക്കാം. ആ നിലയിലാണ് പറയുന്നത്. എന്താണ്, നിങ്ങൾ കുളിച്ച് ഈറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് ശിവന് തിങ്കളാഴ്ച ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് നേരണം. എന്നിട്ട് ഇദ്ദേഹത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പോയി വഴിപാടങ്ങ് ചെയ്തേക്കണം. തിങ്കളാഴ്ച രാവിലെ ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് വളരെ ഫലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പല ഓപ്പറേഷനൊക്കെ ചിലർക്കൊക്കെ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രമിച്ചു നോക്കുക. അവർക്ക് ഈ ബാക്കിയെല്ലാം ഈശ്വരൻ തീരുമാനിക്കട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ആ നിലയിൽ പറയുന്നതേ ഉള്ളൂ. ഒരു പ്രാർത്ഥന, ആ ട്രീറ്റ്മെൻറ്റിനൊപ്പം നമ്മുടെ ഒരു ശ്രമവും കൂടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള അങ്ങനെയാണ് പറയുന്നത്. ഇനി ഈ കേസും കാര്യങ്ങളുമൊക്കെ അനുകൂലമാകാൻ ഭഗവാന് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഈ 4 ദിവസങ്ങളിൽ വൈകുന്നപാട് തുമ്പപ്പൂ ഇലയില്ലാതെ പ്രാർത്ഥിച്ച് നടക്കി വെച്ച ഇവർക്ക് കേസ് അനുകൂലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടാകണം. ഭഗവാൻ ന്യായത്തിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഭഗവാൻ സത്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഭഗവാന്റെ അങ്ങനെ ജാമ്യം കിട്ടാത്തവർക്ക് ജാമ്യം കിട്ടിയതും കേസിൽ നിന്ന് വിടുതലുണ്ടായ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുമുണ്ട്. അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. നിങ്ങൾ വൈകിട്ടാണ് ചെയ്യേണ്ടത്. തുമ്പപ്പൂ മാത്രം, ഇലയില്ലാതെ. ഇന്നിപ്പം തുമ്പപ്പൂ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട് ധാരാളം. കാരണം തുമ്പപ്പൂ എങ്ങുമില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട്. പിന്നെ പല ക്ഷേത്രങ്ങളിലും ഇപ്പം ഈ പൈപ്പ് ഇല്ലാത്തടത്ത് പിടിപ്പിക്കുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പൈപ്പിൽ നിന്ന് വെള്ളം നനച്ച് കൈയും കാലും മുഖം നനച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് കയറണമെന്ന്. കുളത്തിൽ എപ്പോഴും വഴുക്കലൊക്കെ ആയിരിക്കും, അപ്പം തെന്നി വീഴാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, അവർ എന്നെ വിളിച്ചവിടെ അവരുടെ ഈ കമ്മിറ്റി ഓഫീസിലൊക്കെ ഇരുത്തി, ആ കമ്മിറ്റിക്കാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാണ്.
വലിയ സ്നേഹവും ആദരവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാറേ ഇപ്പം എല്ലായിടത്തും ഈ പൈപ്പ് പിടിപ്പിക്കുന്നുണ്ട്, ഇല്ലാത്തടത്തും കംപ്ലൈൻ്റ് ഉള്ളത് നന്നാക്കുന്നുണ്ട്, സാറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയപ്പോഴും അല്ലെങ്കിൽ ഈ കുളത്തിലിറങ്ങുന്ന ചില വഴുക്കലുണ്ടെങ്കിൽ തെന്നി വീഴാൻ സാധ്യത. അതുകൊണ്ട് നമുക്കൊരു കൈയും കാലും മുഖവും കഴുകിയിട്ട് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ജലാംശത്തോടുകൂടി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം കാണും. കാരണം ജലാംശം എന്ന് പറഞ്ഞാൽ നമ്മളിലൊരു ഉണർവുണ്ടാകും, നമുക്കൊരു ഉണർവുണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഉണർവുണ്ടാകുമ്പോൾ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക്, ആ നിമിഷത്തിലേക്ക് മനസ്സ് വരും. അതാണ് ഈ ജലാംശത്തോട് ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപകരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റേ തുമ്പപ്പൂ സമർപ്പിക്കുന്നവരെ. അപ്പം വീട്ടിൽ പലരും ഇപ്പം തുമ്പപ്പൂ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, കാരണം ഒരാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം ഉണ്ടാകാനും ഈ തുമ്പപ്പൂ ഇതുപോലെ സമർപ്പിക്കാം, വൈകുന്ന പാട്. അത് സമർപ്പിക്കേണ്ടത് തിങ്കൾ, വെള്ളി, വൈകുന്ന പാടാണ് സമർപ്പിക്കേണ്ടത്. ഇനിയും ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ഡൈവോഴ്സ് കേസ് നടക്കുകയാണ്, അത് ഡൈവോഴ്സ് ആകണമെങ്കിലും തുമ്പപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അല്ല ഐക്യത്തിലാകണമെങ്കിൽ തുമ്പപ്പൂ സമർപ്പിക്കാം. ഇത് മറ്റു വിശ്വാസത്തിലുള്ള ചിലരും ഈ തുമ്പപ്പൂ ഞാൻ പറഞ്ഞ ചെയ്ത് ഡൈവോഴ്സിൽ നിന്ന് ഒക്കെ മാറി നല്ലതായിട്ട് പോകുന്നവരുണ്ട്. അതൊക്കെ പലപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾക്ക് ഞാൻ പറഞ്ഞ ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളായി പറയുന്നത്. ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല, വീഡിയോ കാണുന്നവർക്കറിയാം. ഒരുപാട് അനുഭവങ്ങളുണ്ടായ കാര്യങ്ങളായി പറയുന്നതല്ല. ഇന്ന് മുഴുവൻ ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യും, എല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ ഭാര്യ ഭർത്തൃ ഐക്യത്തിന് ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ, ഇപ്പോൾ ഭർത്താവാണ് വീട്ടിൽ വഴക്ക്, പ്രശ്നമല്ല, മദ്യപാനമൊക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ പേര് ജലധാര, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം സമർപ്പിക്കുക. ഭാര്യനും ഭർത്താവിൻ്റെ പേര് ഐക്യമത്യാർച്ചന ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകളെ ആവർത്തിക്കുക. ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട്. അവർക്കെല്ലാം അതിൻ്റെ ഗുണമുണ്ട്, ഏറ്റവും സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ രാവിലെ കുളിച്ചീറനോടെ ഭാര്യ ഭർത്താവിന് വേണ്ടി കുളിച്ചീറനോടെയല്ല, കുളിച്ച് കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കാലും കൈയും മുഖം നനച്ചിട്ട് ഓം നമോ നാരായണായ ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതുനെഞ്ച് തൊട്ട് ജപിക്കണം. അതുകൂടെ ചെയ്യുക നിത്യേന, നന്നായിരിക്കും. ശിവന് വെള്ളിയാഴ്ച ഈ പറഞ്ഞ കാര്യവും ചെയ്യണം. ഒരു വെള്ളിയാഴ്ച ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല, സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പിന്നെ ഈ നാരങ്ങാ വിളക്ക്, നമ്മുടെ ഇവിടെയൊക്കെ നാരങ്ങാ വിളക്ക് തെളിയിക്കാം, ചിലയിടത്തൊക്കെ ചിലപ്പോൾ തെളിയിക്കാറില്ല, പലരും പല കാര്യങ്ങളും പറയും. അത് പക്ഷേ നാരങ്ങാ വിളക്ക് തെളിയിക്കാൻ നല്ലതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുക. വെള്ളിയാഴ്ച ഇപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് രണ്ടായിട്ട് കീറിയിട്ട് അതിലെ വെള്ളം കളഞ്ഞിട്ട് തിരിച്ച് വെച്ച് എണ്ണ ഒഴിച്ച് ദേവീ നടയിൽ വെള്ളിയാഴ്ച രാവിലെ നാരങ്ങ തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ, നാരങ്ങ വിളക്ക് തെളിയിച്ചാൽ എന്ത് കാര്യം നടക്കും. ഒരു 11 വെള്ളിയാഴ്ച അല്ലെ 12 വെള്ളിയാഴ്ച ചെയ്താൽ മദ്യപാനമൊക്കെ ഒരു വലിയതായിട്ട് മാറിയവരുണ്ട്. ഇനി അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാതെ ഈ ശിവൻ്റെ ഈ പറഞ്ഞ കാര്യം ചെയ്ത് മദ്യപാനമൊക്കെ മാറിയവരുണ്ട്, ഐക്യമായിട്ട് ജീവിക്കുന്നവരുണ്ട് ഒരുപാട്. പിന്നെ നാരായണൻ്റെ വിദ്യ ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 3 ചെയ്യാം, അല്ലെങ്കിൽ ശിവന് വെള്ളിയാഴ്ച പറഞ്ഞ കാര്യവും നാരായണൻ്റെ രാവിലെ പറഞ്ഞ കാര്യവും ഈ 2 ചെയ്തു പോകാം. പറ്റുന്നവർക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റുന്നവർക്ക് അതുകൂടെ ചെയ്യുക, വലിയ മാറ്റങ്ങളുണ്ടാകും. പിന്നെ തിങ്കളാഴ്ച ശിവഭഗവാന് കറുത്തവാവ് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇത് ചെയ്താൽ ശാപങ്ങളൊക്കെ മാറിക്കിട്ടും. തിങ്കളാഴ്ചയ്ക്ക് അങ്ങനെ ഒരു രഹസ്യമുണ്ട്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് തിങ്കളാഴ്ച. ശനിയാഴ്ച പ്രിയപ്പെട്ടതാണ്, പൗർണമി പ്രിയപ്പെട്ടതാണ്, ശിവരാത്രി പ്രിയപ്പെട്ടതാണ്, പ്രദോഷം പ്രിയപ്പെട്ടതാണ്. തിങ്കളാഴ്ച ഏറ്റവും 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 പ്രിയപ്പെട്ടതാണ്. തിങ്കളാഴ്ചത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മഹർഷീശ്വരന്മാർ പറയുന്ന കാര്യം തിങ്കളാഴ്ചയുടെ പ്രത്യേകത പഴയ വീഡിയോ കാണും. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കുന്നില്ല. തിങ്കളാഴ്ചകൾ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ ശാപങ്ങൾ മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഏഴര ശനി, കണ്ടകശനി, ജന്മശനി, അഷ്ടമശനി, ദശാസന്ധി ദോഷങ്ങൾ, ഇങ്ങനെ ഏതിനും പ്രതിവിധി ഉണ്ട്. എന്താണെന്നറിയോ? തിങ്കൾ ശനി ദിവസങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ ശിവന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വെള്ള നിവേദ്യം, നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്. ശനിയാഴ്ച വൈകിട്ടും ഇത് തന്നെ ചെയ്യണം. തിങ്കൾ ശനി ആവർത്തിക്കണം. ഒരു കണ്ടകശനിയും പിടിക്കത്തില്ല, ഒരു ഏഴര ശനിയും പിടിക്കത്തില്ല, ഒരു ജന്മശനിയും പിടിക്കത്തില്ല, ഒരു ശനിയും പിടിക്കത്തില്ല. ചെയ്തു നോക്കി. ഇത് ചെയ്തവരൊക്കെ ഈ ദോഷ സമയങ്ങൾ ഏറ്റവും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പക്കനാളിന് ഭഗവാന് പാൽപ്പായസം, ജലധാര, മൃത്യുഞ്ജയാർച്ചന, പാർവ്വതീദേവിക്ക് പിൻവിളക്ക്, ഇതും കൂടി ആവർത്തിച്ചു കൊള്ളണം. പക്കനാളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം കേട്ടോ. അതുകൂടെ ചെയ്തോളാം.
ഇനിയും തൊഴിൽപരമായിട്ട് വളരെ പ്രതിസന്ധി ഉള്ളൊരു കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയും ശിവഭഗവാന് പാൽപ്പായസം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കൂവളത്തിൽ കൊണ്ട് അർച്ചന ഇത് ചെയ്യുക. കൂവളത്ത് മാലയും കൂടെ വെച്ചാൽ നല്ലതാണ്. ഇത് ഈ കറുത്തവാവ് കഴിഞ്ഞ തിങ്കളാഴ്ചയും കറുത്തവാവ് കഴിഞ്ഞ ശനിയാഴ്ചയും മാസത്തിൽ 2 തവണ ചെയ്താൽ വലിയ വലിയ തൊഴിൽ തടസ്സങ്ങൾ മാറി വളരെ സമ്പത്തും ഐശ്വര്യവും ഉണ്ടായവരുണ്ട്. ഇങ്ങനെ അനുഭവം ഉണ്ടായവരുണ്ട്. ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല ഇതൊന്നും. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് അനുഭവമാകും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് പിന്നെ പൗർണമി ദിവസങ്ങളിൽ അത് ഏതൊരു ആൾക്കും ചെയ്യാം. ഐശ്വര്യം വർദ്ധിച്ചു വരാനും നിലനിൽക്കാനും പൗർണമി ദിവസങ്ങളിൽ ശിവഭഗവാന് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക്, അത് പാർവതീദേവിയെ സങ്കല്പിച്ച പിൻവിളക്കിനെ രസീതെടുത്ത് നടക്കുക. പിൻവിളക്ക്, പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കൂവളത്തമാല ഇത് ചെയ്യുക. പൗർണമി തോറും ചെയ്യുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. പിന്നെ കറുത്തവാവിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അമ്മയ്ക്ക് കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുന്നത് വളരെ മാറ്റം വരും ജീവിതത്തിൽ. കറുത്തവാവിന് ഭദ്രകാളിക്ക് ചെയ്യുന്നതിനകത്തും വലിയ രഹസ്യമുണ്ട്. ഇതെല്ലാം ലളിതമായ കാര്യങ്ങളാണ്. എന്നാൽ ജീവിതം എന്നേക്കുമായി മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്, മാറ്റിയിട്ടുള്ള അനുഭവമുള്ള കാര്യങ്ങളാണ്. മനസ്സിലായത്? അപ്പം നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ മക്കൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടാൻ ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പരീക്ഷ പാസ്സായവരുണ്ട്. ബിടെക്കിൻ്റെ പേപ്പറുകൾ ഒരുപാട് പോയി കിട്ടിയവരുണ്ട്. IELTS പാസ്സായവരുണ്ട്. OET 7 തവണയാണ് തോറ്റിട്ട് പിന്നെ ജയിച്ചവരുണ്ട്. അവരൊക്കെ ഇന്ന് ജോലി ഇരിക്കുന്നവരുണ്ട്. ഒരുപാട് അനുഭവമുണ്ട്, ഒരുപാട്. ശനിയാഴ്ച തോറും ശിവന് സാധാരണ ഒരു അർച്ചനയ്ക്ക് രസീത് എടുക്കുക. അതിൽ 2 കദളിപ്പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നതിൽ നല്ലതായിരിക്കണം ഭഗവാൻ കൊടുക്കുന്നത്. എന്ന് വെച്ച് പഴുത്ത് അളിഞ്ഞതൊന്നും ആകരുത്, പച്ചയാകരുത്, നന്നായിട്ട് പഴുത്തതായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നതിൽ നല്ലതായിരിക്കണം ഭഗവാൻ കൊടുക്കുന്നത്. അത് തലേദിവസം പച്ചമരുന്നോടെ ഒന്ന് മേടിച്ച് വെക്കണം. ഇപ്പം വെള്ളിയാഴ്ച മേടിച്ച് വെക്കുക. എന്നിട്ട് ശനിയാഴ്ച രാവിലെ സാധാരണ ഒരു അർച്ചനയ്ക്ക് രസീത് എടുക്കുക. അത് 2 കദളിപ്പഴം വെക്കുക. ഭഗവാനോട് വിദ്യ പ്രാർത്ഥിക്കുക, പരീക്ഷയിൽ വിജയമൊക്കെ പ്രാർത്ഥിച്ച് വെക്കുക. അത് ആ വ്യക്തിയുടെ കൈകൊണ്ട് തന്നെ ചെയ്ത ഫലമായിട്ട് കണ്ടിരിക്കുന്നത്. ചെയ്തവരെല്ലാം പരീക്ഷകളിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട് വലിയ വിജയങ്ങൾ നേടിയത്. അപ്പം ഇതെല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ്. ഇനി ഭഗവാനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ശിവൻ എന്ന് വെച്ചാൽ മംഗളകാരി എന്നാണ് അർത്ഥം. ശിവൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, എന്നാൽ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അസുരനോ ദേവനോ ഭഗവാന് വ്യത്യാസമില്ല. എല്ലാവരുടെ ഉള്ളിലും ഭഗവാനുണ്ട്. ആ ശുദ്ധബോധമാണ് ശിവൻ. എന്നാൽ ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ നീതിമാനാണെന്ന് പറയുന്നത്. ഭഗവാന് ശുദ്ധി അശുദ്ധിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ശുദ്ധബോധം തന്നെയാണ്. ആ എനർജിക്ക് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഭഗവാൻ ഭോലേനാഥൻ എന്നറിയപ്പെടുന്നു. ഭോലേനാഥൻ ചോദിക്കുന്നതെല്ലാം പെട്ടെന്ന് തീർന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലെ ആ നന്മയാണ് ഭഗവാൻ, ശുദ്ധബോധമാണ് ഭഗവാൻ. ആ നന്മയുള്ള മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചാലും നല്ല കാര്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഭഗവാനെ അറിയണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ ശുദ്ധ മനസ്സുകൊണ്ട് ഭഗവാനെ പരമേശ്വര, അമ്മേ പാർവതീദേവി എന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അറിയാൻ പറ്റും. പക്ഷേ ആ മനസ്സിന് ശുദ്ധി ഇല്ലെങ്കിൽ എത്ര ജന്മം എടുത്താലും ഭഗവാനെ അറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾക്ക് ഭഗവാനോട് നമ്മുടെ സമർപ്പണമാണ് ഭഗവാനോട്. ഭഗവാൻ നമ്മളിലേക്ക് വരണമെങ്കിൽ ഭഗവാനും അമ്മയും കൂടെ നിശ്ചയിക്കണം. അപ്പോഴേ നമ്മളിലേക്ക് വരത്തുള്ളൂ. നമ്മൾ സമർപ്പിക്കുക എന്നുള്ള പകുതി മാത്രമാണ് നമ്മുടെ കയ്യിൽ. ഭഗവാനും അമ്മ പാർവതീദേവിയെ നിശ്ചയിക്കുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് വരത്തുള്ളൂ. ഭഗവാനും അമ്മയും പകുതിയെ നമ്മുടെ കയ്യിലുള്ളൂ. അത് സമർപ്പണം മാത്രമാണ്. അത് ചെയ്യുക. ബാക്കിയൊക്കെ വന്നു ചേർന്നോളൂ. ഭഗവാൻ നമ്മളോട് സമയം വന്നു ചേർന്നോളൂ. അനുഗ്രഹം. ഭഗവാന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഭഗവാൻ അതിനെല്ലാം അപ്പുറത്താണ് നിൽക്കുന്നത്. ഭഗവാനെ യാതൊന്നും ബാധിക്കത്തില്ല. എല്ലാത്തിനും അപ്പുറത്താണ് ഭഗവാൻ നിൽക്കുന്നത്. ഭഗവാൻ നിഷ്കളങ്കനും ശുദ്ധബോധവും ആണ് ഭഗവാൻ. ഭഗവാനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ശിവനെ അറിഞ്ഞാൽ, അമ്മ പാർവതീദേവിയെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അത് ഗണപതി, മാമ്പഴം,
ലോകത്തിന് മുഴുവൻ പ്രദർശനം വയ്ക്കാൻ പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ശിവനും പാർവതിക്കാണ് പ്രദർശനം വയ്ക്കുന്നത്. കാരണം ശിവനെയും പാർവതിയും അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അതിനപ്പുറത്തൊരു അറിവില്ല, അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല, അതിനപ്പുറത്തൊരു അനുഭവമില്ല. അപ്പം ആ മനസ്സിൻ്റെ ആ ശുദ്ധി, നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധം, അത് മാത്രം മതി ഭഗവാന്. മനസ്സിലെ നന്മ മാത്രം മതി ഭഗവാനെ അറിയാൻ വേണ്ടി. പിന്നെ നമ്മൾ ഭഗവാന്റെ നാമം സാധിക്കുമ്പോഴൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിക്കുക ശിവശിവ ശിവശിവ. ഈ 2 അക്ഷരത്തിൽ ഈ പ്രപഞ്ചം മുഴുവനുണ്ട്. ഈ 2 അക്ഷരത്തിൽ എല്ലാമുണ്ട്. ശിവശിവ എങ്കിലർ തീവണേയാളർ, ശിവശിവ என்றிடா തീവണേ മാലും, ശിവശിവ என்றிடா തേവരുമാവർ, ശിവശിവ എന്നാൽ ശിവഗതി താനെ. ശിവശിവ എന്ന 2 അക്ഷരം ഉച്ചരിച്ചാൽ തന്നെ, ശുദ്ധ മനസ്സോടെ ഉച്ചരിച്ചാൽ തന്നെ അമ്മയും പാർവതിയെയും ശിവഭഗവാനെ, അമ്മ പാർവതിയെ ശിവഭഗവാനെ സ്മരിച്ചുകൊണ്ട്, പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ശിവശിവ എന്ന് ഉച്ചരിച്ചാൽ തന്നെ മുൻജന്മ പാപങ്ങളെല്ലാം തീരും. ഈ ജന്മത്തിലെ പാപങ്ങളും തീരും. ഈ ജന്മത്തിൽ പാപങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല. ശിവശിവ എന്ന് ജപിച്ചാൽ ആ ശിവൻ തന്നെ ആയിത്തീരും, ഈശ്വരനായിത്തീരും, ശിവൻ തന്നെ ആയിത്തീരും. അതുപോലെ തന്നെ ശിവായ നമ എന്ന വശിമ മവയന ശിയന മവ വശിമയന. ഈ മന്ത്രം നിങ്ങൾ നിത്യം ജപിക്കുകയാണെങ്കിൽ സർപ്പദോഷം, ശാപദോഷം, ഈ പ്രാക്ദോഷം, കുടുംബദോഷം, ദൃഷ്ടിദോഷം, ഒരു തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ നയിക്കും. അതുപോലെ തന്നെ നമശിവായ എന്ന മന്ത്രം ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച്, അമ്മ പാർവതിയെ സ്മരിച്ച ശേഷം, ധ്യാനിച്ച ശേഷം ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് നമശിവായ എന്ന് മനസ്സുകൊണ്ട് ജപിച്ചാൽ ഏതാഗ്രഹങ്ങളും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. നമശിവായക്കകത്ത് നമശിവായ തന്നെ തിരിച്ചിടുന്നതാണ് പല മന്ത്രങ്ങളും. ഇപ്പോൾ വയനമശി എന്ന് ഞാൻ പറഞ്ഞാൽ നമശിവായ തിരിച്ചിട്ടാണ്, ശിവായ നമ എന്ന് പറഞ്ഞാൽ നമശിവായ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ ഈ നമശിവായക്കകത്ത് എല്ലാം ഉണ്ട്. നകാരം മകാരം ശികാരം വകാരം യകാരം. അതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. അത് തന്നെ മതി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനും ഈശ്വരനെ അറിയാനും ഈശ്വരമായ എല്ലാ ഗുണങ്ങളും നിങ്ങളിലേക്ക് ഉണ്ടായി വരുവാനും. അപ്പം ഇതെല്ലാം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ അറിവോ എൻ്റെ കഴിവോ ഒന്നുമല്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാൻ നൽകിയ ജ്ഞാനമാണ്. ഇത് എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ശുദ്ധ മനസ്സോടുകൂടി തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവർക്കും പറഞ്ഞു തന്നതാണ്. വേറെ ഒരു ചിന്തയില്ല. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാകണം. എല്ലാവരും അമ്മ പാർവതിദേവിയെ ശിവഭഗവാനെ അറിയണം. എല്ലാവരുടെയും ജീവിതത്തിൽ ശിവബോധം ഉണ്ടായി വരണം എന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതിനുവേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞു വന്നത്. പാർവതിദേവിയുടെ പാദങ്ങളും സ്മരിക്കുന്നു, ശിവഭഗവാന്റെ പാദങ്ങളും സ്മരിക്കുന്നു, എല്ലാം അവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഇത് കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, ചെയ്യുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവശിവ 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 ശിവശിവ. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം ന കർമ്മം ന അകർമ്മം ന ജന്മം ന മൃത്യും ന മോക്ഷം ന ദേഹ ന ദേഹി ന ചിത്ത ന ബോധ ചിതാനന്ദരൂപം ശിവോഹം ശിവോഹം ജഗത് സർവം ശിവോഹം ശിവോഹം ശിവശിവ ശിവശിവ ശിവശിവ.